പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഈശോ ഇന്ന് യാത്ര ചെയ്യുന്നവരെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ്. ഇന്ന് അങ്ങയുടെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീവിത പ്രസവം ലോകായികമായ കാര്യങ്ങളെക്കാൾ ഉപരി ദൈവിക കാര്യങ്ങൾ സത്യജലത്തിൽ കൊണ്ട് വചനം വായിക്കുകയും രോഗികളെപ്പോയി ഉടമ്പടി എടുത്ത് രോഗികളെപ്പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്യുന്ന ദിവസമാണ്. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, ആരെല്ലാം കാണുന്നു, ആർക്കെല്ലാം സുവിശേഷം കൈമാറുന്നു, വിശ്വാസം കൈമാറുന്നു, അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു.
കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പണി തിരക്കി പോകും. സാധാരണ ചെറുകിട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും. നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അതിനൊരു ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈശോ, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, അവിടെ തടസ്സങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കണം. കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞ് തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട്. അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടുപോകുന്ന അവസ്ഥ വരെ ഉണ്ട്. കർത്താവേ, അവരെല്ലാം നിൻ്റെ വിശുദ്ധമാരെ സന്ധിക്കുകയും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട്. ഈശോയെ, ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട്. കർത്താവ്, ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദൈവമഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വീശ്വരൻ നീക്കുവാമേ. ഈശോ പറഞ്ഞ്, പാവത്തുങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവരെ കരുതണമെന്നേ ഉള്ളൂ. അതാ വാക്ക് ഭയങ്കര, അതാണ് സഭയുടെ നിലപാടതാണ്. എന്താ വെച്ചാൽ മത്തായി 26:11 വാക്ക് പറയുന്നതാണ്. എന്താണ്? ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഏത് ഇസങ്ങൾ വന്നാലും ശരി, ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ മാസം ലണ്ടനിൽ ചെന്നപ്പോഴേ ഭയങ്കര ഗ്ലാസ് ആയിട്ടൊരു ടവറാണ് മുഴുവൻ ഉള്ളത്, ഭയങ്കര. പക്ഷേ ആ ടവറിൻ്റെയൊക്കെ താഴെ ഓരോ കടയുടെയും വാതിക്കൽ ആൾക്കാരിങ്ങനെ പൊതിച്ചു മൂടി ധർമ്മക്കാർ കിടപ്പുണ്ട്. ഫോട്ടോ എടുക്കണത് ശരിയല്ലല്ലോ, ആ രാജ്യത്തെ അപമാനിക്കേണ്ട തുല്യമാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ കൂടെയുള്ളവർ വേണ്ടി എടുത്തപ്പോൾ ഞാൻ എടുത്തില്ല. എനിക്ക് സങ്കടം വന്നു പോയി. ഇത്രയും മഹാനഗരങ്ങളിലെ ദരിദ്രർ. പക്ഷേ ഇപ്പോഴത് ഓർത്തോ ഭയങ്കര ഐഡിയ ആണല്ലോ ഈശോ പറഞ്ഞത്. ദരിദ്രർ എപ്പോഴും അഭയാർത്ഥികളായിട്ട് വന്നവരാണെങ്കിൽ എപ്പോഴും എങ്ങനെയെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് കർത്താവിൻ്റെ വാക്കാണത്. പക്ഷെ ഞാൻ എപ്പോഴും നിങ്ങളുടെ ഉണ്ടായിരിക്കത്തില്ല എന്നുള്ളത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ്, ഇസങ്ങളൊക്കെ ഇങ്ങനെ മാറിപ്പോയാലും ഇനി ക്യാപിറ്റലിസത്തിൻ്റെ സമ്പദ് സമൃദ്ധി വന്നാലും അപ്പോഴിതുപോലെ അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം വെള്ളം അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും കൂടി ചെന്ന് ചാടുമ്പോൾ പിന്നെ അപ്പുറത്ത് വേലിയേറ്റ ഇപ്പുറത്തുണ്ടാകുമ്പോൾ ഒരു സ്ഥലത്ത് വേലി ഇറക്കം ഉണ്ടാകില്ല. ആ രീതിയിലാണ്. അതുപോലെയാണ് ഇത് വാട്ടർ ലെവലെന്ന് പറയണത്. അതുകൊണ്ട് സഭ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ സഭയ്ക്ക് കൊടുത്ത നിർദ്ദേശം എന്താണ്? പാവങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതുകൊണ്ട് പാവങ്ങളെക്കുറിച്ച് കരുതൽ വേണം. ഗലാത്യർ 2:10 പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണം എന്ന് മാത്രമേ, കരുതൽ വേണം. അതാണ്, ചിന്ത വേണം. ഇത് ആരോട് പറയാണെന്നറിയാമോ? പത്രോസ് സഭയുടെ അടിസ്ഥാന ശീല പൗലോസിന് കൊടുക്കുന്ന നിർദ്ദേശമാണ്. ജാതീയ സഭകളിലാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ആ വചനം വായിച്ച്, ഗലാത്യർ 2:10 പാവങ്ങളെപ്പറ്റി ചിന്ത വേണം എന്ന് മാത്രമേ, പാവങ്ങളെക്കുറിച്ച് ചിന്ത വേണമെന്ന് മാത്രമേ ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടുള്ളൂ. പൗലോസ് പറഞ്ഞു, ഞങ്ങളോട് സഭ ആവശ്യപ്പെട്ടുള്ളൂ. അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യം. അതാണ് സഭയുടെ നിലപാടെന്ന് പറയുന്നതാണ്. കാര്യം ബാക്കി എല്ലാം എന്താ സംഭവിക്കുന്നത്? ബാക്കി എങ്ങനെ വാളെടുത്താലും വാളാൽ തന്നെയാണ് തീരത്തുള്ളത്. ശാശ്വത പരിഹാരം ഉണ്ടാകത്തില്ലെന്ന് സഭയ്ക്കുന്ന പോലെ വളരെ വ്യക്തിമെനയുള്ള കാലികമായും കാലദേശ പ്രസക്തമായിട്ടുള്ള വളരെ കരുത്തുറ്റ നിലപാടാണ് സഭ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. സഭയുടെ മക്കളും അങ്ങനെ തന്നെയാണ് എടുക്കേണ്ടത്.